പ്രാർത്ഥനയ്ക്കായി. ക്രൂശിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധി അടുത്തു വരുവാൻ, ദൈവം നൽകിയ നന്മകളെ ഓർക്കുവാൻ, ഈ ഒരാഴ്ച മുഴുവനും ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവകൃപയ്ക്കും അനുഗ്രഹത്തിന് വേണ്ടി അങ്ങയോട് യാചിക്കുവാൻ, ദൈവസന്നിധിയില് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനായി ഞങ്ങൾ നന്ദി കഴിയുന്നു. പരിശുദ്ധ കൃപയില് കാത്തുകൊള്ളണമേ. ഏറ്റവും സുഗന്ധ ബലിയായി ഈ ആരാധനയെ സമർപ്പിക്കുവാൻ ഞങ്ങളെ വിശദീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കുവാൻ സഹായിക്കണമേ. ആദ്യോടന്തം ആരാധനയുടെ ശുശ്രൂഷകളുടെ നിയന്ത്രണം അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, നന്ദി. ദൈവനാമസ്തുതിക്കും. ജ്ഞാനകീർത്തനങ്ങളിൽ 6-ാമത്തെ കീർത്തനം ചേർന്ന് പാടും. കീർത്തനം 6.
സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിപ്പാക്കേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവാകുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരരക്തത്തെ കഴിക്കുവാനും നാം ഒരുമിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാൻ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾക്കും. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായി താല്പര്യമായി മനസ്സാകുന്നു. നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മേലാൽ അവിടുത്തെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നു പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് അവിടുത്തോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. ദൈവത്തിന് മനുഷ്യർക്ക് വിരോധമായി നാം ചെയ്തിട്ടുള്ള എല്ലാ കുറവുകളും കുറ്റങ്ങളും അനുതാപമുള്ള ഹൃദയത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. അവിടുന്ന് നൽകുന്ന പാപക്ഷമയ്ക്കായി നമുക്ക് യാചിക്കാം. മൗനമായി പ്രാർത്ഥിക്കാം.
അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സ്വർഗസ്ഥ പിതാവേ, പറയുന്നു ഞങ്ങൾ മനസ്സാക്ഷികൾ ഉണർത്തുന്നു മറ്റുള്ളവരോട് അങ്ങയുടെ നാമത്തിൽ നോക്കുന്നതിനായി സത്യമായി ക്രിസ്തുവിൽ കോടതിയിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമഴി കേൾക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി തോന്നി എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അദ്ദേഹദാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവിടുത്തെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിന് വന്നപ്പോൾ വിശ്വാസികളും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോലും നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷയ്ക്കായിരുന്ന കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ അനുസരിക്കും. പഴയ നിയമം സങ്കീർത്തനത്തിന്റെ ഒന്നാം ഭാഗമായിട്ട് സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1 മുതൽ 11 വരെ ഉപയോഗിച്ചു. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1 മുതൽ 11 വരെ. വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിന്റെ ഭീഷണം സിംഹത്തെ പോലെ അവനെ കോപിപ്പിക്കുന്നവർ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം, എന്നാൽ ഏതു ഘോഷനും കണ്ടെത്തുന്നു. മടിയൻ ശീലം നിമിത്തം വിടാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരയ്ക്കും ഒട്ടും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിന് ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനോ അത് ഊരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും. പരമാർത്ഥത്തിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും വെട്ടിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലമായിരിക്കുമെന്ന് ആർക്ക് പറയാം? രണ്ടുതരം ദുഃഖവും രണ്ടുതരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെറുപ്പും നേരിടുന്നതാകുന്നു എന്ന് അറിയാം. ഇവിടെ ഒന്നാം പാഠം സംസാരിക്കും. സങ്കീർത്തനം
ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 11 സങ്കീർത്തനം 10. ദൈവമില്ല എന്ന് മൂടെ തന്നെ വിജയത്തിൽ പറയുന്നു. അവർ ഭക്തന്മാരായി നേരത്തെ പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊലപാതകരായി തീർന്നു. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. അവൻ അവരെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ കിട്ടുന്നു. ഇത്രയുള്ള വിശ്വാസത്തിൽ യഹോവ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നു. Second reading is taken from Romans chapter 6, verses beginning from 12. Romans chapter 6, verses beginning from 12 to 6. Therefore, do not let sin reign in you, so that you obey its evil desires. Do not offer any part of your to sin as an instrument of sin, but rather offer yourself to God as those who have been brought by sin, and offer every part of yourself to Him as an instrument of righteousness. For sin shall no longer be your own, because you are not under the law, but under the law. What then? Shall we sin because we are not under the law, but under the law? By no means. Don't you know that you are offer yourself to someone as obedient slaves? You are slaves of the one you obey, whether you are slaves to sin, which leads to death, or to obedience, which leads to righteousness. But thanks be to God that though you are used to be slaves in sin, you have come to obey from your heart the pattern of teaching that has now claimed your life. You have been set free from your sin and have become slaves to righteousness. I am using an example from everyday life because of your human nature. Just as you used to offer yourself as slaves to impurity and to ever increasing wickedness, so now offer yourself as slaves to righteousness, leading to hope. When you are slaves to sin, you are free from the control of righteousness. What benefit did you reap at that time from the things you are now ashamed of? Those things result in death. Here ends the text. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ സുവിശേഷം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള ദൈവവചനം.
The Gospel according to Saint Matthew, chapter 7, verses 16. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമെല്ലാം നല്ല ഫലം കായ്ക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലം കായ്ക്കും. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം കെട്ടി തീയിലിടും. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ദൈവ വചനമാണ് നാം ശ്രവിച്ചത്. ദൈവവചനം ധ്യാനിക്കുന്നതിന് മുമ്പായി കൺവെൻഷൻ പാട്ട് പുസ്തകം 25-ാമത്തെ യഹോവയിലെ ദാതാവാം ദൈവം നീ മാത്രം മതി. സ്വന്തം പുസ്തകം.
ജീവന്റെ നാഥനായ നല്ല ദൈവം, ഓരോ നിമിഷവും അങ്ങ് ജീവിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു. സർവനാഥനായി, സർവശക്തനായി, സർവജ്ഞാനിയായി ഞങ്ങളുടെ ഇടയിൽ അവിടുന്ന് ജീവിക്കുന്നതിനാണ് സ്തുതി. നിന്റെ വചനം ധ്യാനിക്കുവാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞോണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടെ കേൾക്കണം. നല്ല പിതാവേ, ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ ഒരുക്കുന്ന ഈ കർത്തമേശയില് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാനായിട്ട് വലിയവനായ ദൈവം ഈ ദിവസവും നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് ധ്യാനിക്കാം. പുതിയ വർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവികമായ നടത്തിപ്പും അവിടുത്തെ കാരുണ്യവും അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് അല്പനേരത്തെ വചനാധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 37. ഈ തിരുവചനം ഈ വർഷത്തെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്നാണ്. 37-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് നമ്മൾ ഇവിടെ കാണുന്നു. പക്ഷെ തന്റെ വാർദ്ധക്യ സമയത്താണ്, ഓൾഡ് ഏജ് സമയത്താണ് എഴുതിയതെന്ന ചില സൂചനകളൊക്കെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. ഇവിടുത്തെ ഒരു പ്രധാന ചോദ്യം, എന്തുകൊണ്ടാണ് ദുഷ്ടൻ അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് നീതിമാൻ സഹനങ്ങൾ അനുഭവിക്കുന്നത്? ഇത് നമ്മളെപ്പോഴും നമ്മോട് ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് വിക്കറ്റ് ആയിട്ടുള്ള മനുഷ്യര് പ്രോസ്പർ ആയിട്ട്? എന്തുകൊണ്ടാണ് റൈറ്റ്സ് പേഴ്സൺസ് സഫർ അലോൺ? അത് ഒരു ചോദ്യം നമ്മളിവിടെ. മോശയുടെ പ്രമാണങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടെമ്പറലായിട്ടുള്ള ബ്ലെസ്സിംഗ് അവിടെ നമ്മൾ കാണുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ഇതേ ചോദ്യങ്ങൾ ഉയരുമ്പോൾ തന്നെ ദൈവം അവിടുത്തെ ജനത്തിന് നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇങ്ങനത്തെ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ദുഷ്ടനുള്ള അനവധി അനുഗ്രഹങ്ങളെക്കാൾ നീതിമാനുള്ള അല്പം അനുഗ്രഹമുള്ളത്. ദുഷ്ടന് അനവധി സാഹചര്യങ്ങളിലും സമ്പത്തും അനുഗ്രഹങ്ങളും ഉണ്ടാകും. പക്ഷേ നീതിമാൻ അല്പമുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, സന്തോഷം എന്ന് ഈ സങ്കീർത്തനം എടുത്തു പറയും. കൂടാതെ നീതിമാൻ കഷ്ടത അനുഭവിക്കുമ്പോഴും ദുഷ്ടൻ ഉള്ളതിനേക്കാൾ ദൈവത്തിന്റെ അനന്തമായ സാന്നിധ്യം നീതിമാനോട് കൂടെയുണ്ട് എന്ന് ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വരികളും
പറയുകയാണ് അവന് കഷ്ടതകൾ ഉണ്ടാകാം. പക്ഷെ 37:11 പറയുകയാണ് അവര് ഭൂമിയെ കൈവശമാക്കുന്നത്. 18-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടെ പറയുകയാണ് അവരുടെ ആ അവകാശം, ദൈവം നൽകുന്ന അവകാശം, അത് ശാശ്വതമായി എറ്റേണലായി. 39-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടെ പറയുകയാണ് in the time of trouble God will be there. അവരുടെ കഷ്ടകാലത്ത് കർത്താവ് അവരുടെ സങ്കേതമായി, അവരുടെ ദുർഗമായി. അവസാന ഭാഗത്ത് അതേ അനുഗ്രഹങ്ങൾ തന്നെയാണ് കർത്താവ് അവരെ. ഇപ്പൊ നീതിമാന് നന്മ ചെയ്തിട്ട് സഹനങ്ങൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഈ സഹിക്കുന്ന ദാസനാണ് ലഭിക്കുന്നതെന്ന് ഈ വചനം എടുത്തു പറയുക. മാത്രമല്ല ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും അവരോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വചനത്തിൽ നമ്മൾ കാണുക. ഈ കാലത്ത് നമുക്കറിയാം ഒത്തിരി സഹനങ്ങൾ അനുഭവിക്കുന്നവരാണ് പല രീതിയിൽ, കുടുംബപരമായി, സാമൂഹികപരമായി, സാമ്പത്തികപരമായി, ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒത്തിരി വേദനകൾ ഉള്ളില് നെരിപ്പോട് പോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഒന്ന്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, കാലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആശ്രയം ദൈവമായി, നമ്മുടെ പരിപൂർണമായ ആശ്രയം ദൈവമായി. നമുക്ക് നിരാശകൾ വരുന്നത് നമ്മൾ ഈ ലോകത്തിന് ആശ്രയിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ കാര്യം. 37-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, Trust in the Lord and do. ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദൈവത്തിൽ ആശ്രയിക്കുക, നന്മ ചെയ്യുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് കഷ്ടതയുടെ നടുവിലും നന്മ ചെയ്യുവാനായിട്ട് കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട് എന്ന് പറയുന്നത്, നമ്മളൊക്കെ കൂടി ഉപയോഗിക്കുന്ന ഒരു പദം. അതിന് ഹീബ്രുവിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത് കെയർലെസ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുത്തി നോട്ട് ഗിവിംഗ് ഇനഫ് അറ്റൻഷൻ ടു വാട്ട് യു ആർ ഡൂയിങ്. അതായത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത്ര കെയർലെസ് ആയിട്ട്. എന്താണ് അതിന്റെ അർത്ഥം? പലപ്പോഴും ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങൾ നനയുന്നവരും അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് ഈ സ്വപ്നങ്ങൾ, ഭാരമുള്ള സ്വപ്നങ്ങൾ, ഭാരമുള്ള ദുഃഖങ്ങൾ നിങ്ങൾ വഹിക്കേണ്ടതില്ല. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി. അതാണ് അതിന്റെ അർത്ഥം. പലവിധമായ കാര്യങ്ങൾ കൊണ്ട് ആകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള വലിയൊരു വാഗ്ദാനം ഇവിടെ. നമ്മൾ നമുക്ക് വേണ്ടി കരുതുവാനും ഒരുക്കുവാനും ശ്രമിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മളൊക്കെ അധ്വാനിച്ചുകൊണ്ടാണ്, പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം നേടുന്നത് എന്ന ഒരു ധാരണ നമുക്കൊക്കെ. പക്ഷെ എപ്പോൾ ഓർക്കണം, കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതം. ഈ കോവിഡിന്റെ സമയത്ത് എന്തെല്ലാം സാഹചര്യങ്ങൾ ഉള്ളവരുണ്ടായാലും പപ്പടം പോലെ പൊട്ടിപ്പോയി. കർത്താവിന്റെ അനുഗ്രഹമാണ് നിത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നിരാശപ്പെടുന്നത്? നമ്മൾ മനുഷ്യരെ നോക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഉൽനാഥ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് പറയുന്നു. ഇവിടെ പറയുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആശ്രയം നമ്മൾ ദൈവത്തിൽ. ഒരുപക്ഷെ മക്കളിൽ വെക്കുന്നവരുണ്ടോ, മാതാപിതാക്കളിൽ വെക്കുന്നവരുണ്ടോ, സഹോദരങ്ങളിൽ വെക്കുന്നവരുണ്ടോ, ജീവിത സാഹചര്യങ്ങളിൽ വെക്കുന്നവരുണ്ടാകാം. പക്ഷെ എന്തെങ്കിലും അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നിത്യ ദുഃഖത്തിന് അടിമപ്പെടുകയും
വചനത്തിൽ എടുത്തു പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ വെച്ചുകൊണ്ട് അവൻ നിന്നെ പുലർത്തും. He will take care of. ദൈവത്തിന്റെ മേലെ നിന്റെ ഭാരം വെച്ചുകൊണ്ട് അവൻ നിങ്ങളെ കരുതിക്കും. ഈ കോവിഡിന്റെ സമയത്തൊക്കെ കർത്താവിന്റെ സംരക്ഷണമായിരുന്നു നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്നത് we must delight in God. ദൈവത്തിൽ നമ്മൾ ആനന്ദിക്കുക. എന്നത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടതെന്ന് വ്യക്തമായ ധാരണയാണ് ഇന്ന് നമ്മൾ പ്രോവർബ്സിൽ വായിച്ചത്. എങ്ങനെയാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുന്നവരായിട്ട് മാറും. കോവിഡിന്റെ സമയത്ത് എത്രയോ ആളുകളാണ് ജീവിതവും കൊടുക്കിയതെന്ന് കണക്കുകൾ സൂചിച്ചു. പലവിധം മാനസികമായും പല രീതിയിൽ സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്. എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായ ഒരു സന്തോഷം ലഭിക്കും. ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ദാവീദ് ദൈവത്തിൽ എപ്പോഴും സന്തോഷിച്ച ഒരു മനുഷ്യൻ. ദാവീദിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ശത്രുക്കളുണ്ടായിരുന്നു, വെല്ലുവിളികളുണ്ടായിരുന്നു, ഏകാന്തതകളുണ്ടായിരുന്നു, ഒറ്റപ്പെടുത്തലുകളുണ്ടായിരുന്നു. ദാവീദിനെ പലതും മാറ്റി നിർത്തിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ദാവീദ് സന്തോഷിക്കുന്നത് ദൈവത്തിൽ. ലോകപ്രകാരമുള്ള സന്തോഷമുണ്ട്. കാരണം ദാവീദ് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത് അവരെ നേടിയ സമയത്ത് ജനമെല്ലാം സന്തോഷിക്കുന്നുണ്ട്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാം പറയുകയാണ് ദാവീദ് 1000 കൊന്നു, ശൗൽ 1000 കൊന്നു ദാവീദ് പറഞ്ഞു. അവരെല്ലാം ലോകപരമായി സന്തോഷിക്കും. പക്ഷെ ദാവീദ് സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം. അവിടെ 44-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, ഞാൻ സന്തോഷിച്ചത് ദൈവത്തിന്റെ പീഠത്തിലേക്ക് ചെന്ന് പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെന്ന് അവിടുത്തെ സന്തോഷമാണ് ദാവീദിനെ ഏറ്റവും അത്യധികമായ ഹൃദയത്തിൽ ആനന്ദം ദാവീദിന്റെ ജീവിതത്തിൽ അനുഭവിക്കുക. എവിടെ നിന്നാണ്? ദേവാലയത്തിൽ നിന്ന്, ദൈവത്തിന്റെ ആലയത്തിൽ നിന്നുള്ള വലിയൊരു സന്തോഷമാണ് ദാവീദ് അനുഭവിക്കുന്നത്. സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് ഞാൻ തൃപ്തിപ്പെടും. ദാവീദിന്റെ സന്തോഷം, ദാവീദിന്റെ ആനന്ദം ദൈവമായിരുന്നു, ദൈവാലയമായിരുന്നു. ഈ അത്യധികമായ സന്തോഷം ലഭിക്കുവാൻ അവന്റെ ആലയത്തിലേക്ക്, ഓൾട്ടറിലേക്ക് ഞാൻ ചെല്ലുന്നു. ദേവാലയം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വരുന്നത്. കുറെ നാളുകളായിട്ട് നമുക്ക് ആരാധിക്കാനൊന്നും കഴിഞ്ഞില്ല എങ്കിൽ കൂടി വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥിതി. കാരണം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിന്റെ അനുഗ്രഹം. കുഞ്ഞുനാളില് വിശുദ്ധ സ്നാനത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, വേദവചനം പഠിക്കുവാൻ അവസരം ലഭിക്കുന്നു, കൂട്ടായ്മ, പ്രാർത്ഥനകൾ, എത്രയോ പേരുടെ പ്രാർത്ഥനകൾ നമുക്കുണ്ട്. നമ്മളിന്നും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത് പലരുടെയും കണ്ണീരോടെ പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ്, മറ്റൊന്നുമില്ല. ഈ ആലയത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. ഈ ആലയത്തിൽ നിന്നുള്ള സന്തോഷമാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സന്തോഷിക്കുന്നു ഞാൻ വീണ്ടും നിങ്ങളോട് പറയും. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. കഠിനമായ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് കഴിയുന്നതിനിടയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സന്തോഷിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയും. കാരണം ഉള്ളിന്റെ ഉള്ളിൽ ദൈവികമായ സന്തോഷം അപ്പോസ്തലന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ സന്തോഷം അവിടുത്തെ അനുഗ്രഹിക്കുന്ന ജീവിതങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുകയാണ്, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കും. ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. We must commit our ways to God. ഇവിടെ കമ്മിറ്റ് എന്ന് പറയുന്ന പദത്തിന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം റോൾ.
എങ്ങനെയെങ്കിലും ഉരുണ്ടും മറിഞ്ഞാണെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ മടങ്ങി വരിക. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കാതെ ദൈവസന്നിധിയിൽ അടുത്തു വരിക. പഴയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 23 യാക്കോബ് കിണറിന്റെ പക്കത്ത് കല്ലുണ്ടായിരുന്ന കല്ലുരുട്ടി അടുത്തു വെള്ളം കുടിക്കുകയാണ്. ഇതുപോലെയുള്ള അനവധി കല്ലുകൾ നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അല്ലെ, പല പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ കല്ലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് ഉരുട്ടി മാറ്റിക്കളഞ്ഞാൽ മാത്രമാണ് ജീവന്റെ രക്ഷാകരമായ അനുഭവം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട്. പലപ്പോഴും നമ്മൾ ആ കല്ല് ആ ഭാരം കൊണ്ട് തന്നെ നടക്കുന്നവർ. ക്രിസ്തുവിന്റെ പുനരുദ്ധാന സമയത്ത് ആ കല്ലറയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ശിഷ്യന്മാർ ആഗ്രഹിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, ഈ കല്ല് ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റുന്നത്? ഒരു വലിയ ചോദ്യം ചോദിക്കണം, ആർക്കാണ് ഈ കല്ല് ഉരുട്ടി മാറ്റി കളയാനായിട്ട്? എന്നാൽ അതേ സമയത്ത് തന്നെ ഉത്തരം അവർക്ക് ലഭിക്കുക. ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്ന് കല്ലുരുട്ടി മാറ്റി കളയുകയാണ്. ശിഷ്യന്മാർ കല്ലറയ്ക്കകത്ത് പ്രവേശിക്കും. എത്ര വലിയ ഭാരങ്ങളാണെങ്കിലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് ഉരുട്ടി മാറ്റും. അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രം കഴിയുന്ന മേഖലകളുണ്ട്, അല്ലെ? നമുക്ക് അസാധ്യം, നമുക്കൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എത്താൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന് മാത്രം ഇടപെടാൻ കഴിയുന്ന മേഖലകളുണ്ട്. അവിടെ ദൈവം വിചാരിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാകൂ. ഇവിടെ ദാവീദിന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ദാവീദിനെ ഉയർത്തും. ആട്ടിടയനായ ബാലനെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് ഉയർത്തണമെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണും. യാക്കോബ് തന്റെ ജീവിതത്തിൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്, നീ എന്റെ ദൈവമായിരിക്കും. കാരണം എപ്പോഴെല്ലാം നീ എന്നെ നടത്തുന്നുവോ, എപ്പോഴെല്ലാം നീ എനിക്ക് ആഹാരം തരുന്നുവോ, എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തുന്നുവോ, അപ്പോഴെല്ലാം നീ എന്റെ ദൈവമായിരിക്കുമെന്ന് ഒരു പ്രതിജ്ഞ യാക്കോബ് ചെയ്തു. എന്നാൽ യാക്കോബിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് ആവശ്യപ്പെട്ടതിനേക്കാൾ അനവധി നന്മകളാണ് ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നത്. സ്വന്തം നാടും ഒന്നുമില്ലാതിരുന്ന എല്ലാം നഷ്ടപ്പെട്ട ആ യാക്കോബിന്റെ സന്തതി പരമ്പരകളെ തന്നെ വാഗ്ദത്ത ദേശം നൽകി ദൈവം. എന്നിട്ട് ദൈവം അവിടെ പറയുന്നുണ്ട്, ദൈവമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, നിന്റെ മധ്യേ ഞാൻ എന്നേക്ക് വസിക്കുമെന്നുള്ള വലിയൊരു അനുഗ്രഹം കൊടുത്താണ് ദൈവം അവരെ ഇസ്രായേലിലേക്ക് അയക്കുന്നത്. ദൈവം ഈ കാലത്ത് നമ്മൾ അനുഗ്രഹിക്കുക മാത്രമല്ല, അതിന് നമ്മുടെ മധ്യേ വസിക്കുവാനുള്ള അവസരങ്ങളെ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കേണ്ടത് ഈ കാലത്ത് ആവശ്യം. ഒരിക്കലും ഒരു പക്ഷി തേനുണ്ടാക്കുന്ന തേനീച്ചയോട് ചോദിച്ചു, നീ വളരെ കഷ്ടപ്പെട്ടാണ് തേനുണ്ടാക്കുന്നത്, എത്രയോ നാളുകൾ അധ്വാനിച്ചിട്ടാണ് ഞാൻ, പക്ഷെ ഒരു നിമിഷം നേരം കൊണ്ട് മനുഷ്യർക്ക് അതൊക്കെ എടുത്തുകൊണ്ട് പോകും. അത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ സങ്കടമില്ലേ? അപ്പൊ തേനീച്ച പറയുകയാണ്, ഞാൻ എന്തിനാ സങ്കടം? എന്റെ ആത്യന്തികമായ ഉള്ളിലുള്ള കഴിവെന്ന് പറയുന്ന തേൻ സൃഷ്ടിക്കണം. അത് ആരെടുത്തോണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും എനിക്കത് സൃഷ്ടിക്കുവാനായിട്ട്. അതുകൊണ്ട് ആരുകൊണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. ദൈവം അനന്തമായ സാധ്യതകളെ, പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങളെ, വരദാനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നൽകി. അങ്ങനെ നൽകുമ്പോൾ നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മൾ വേദനിക്കുന്നത് കാരണം അനന്തമായ സാധ്യതകൾ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ആ സാധ്യതകളെ പ്രാർത്ഥനയിലൂടെ ജ്വലിപ്പിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവം ദാവീദിനെ അനുഗ്രഹിച്ച അതേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളതാണ്. ഇനിയുള്ള കാലം നമ്മൾ ഈ കോവിഡിനെ മാത്രം പേടിക്കുന്നത്, പക്ഷെ അതിനേക്കാൾ വലിയ വലിയ പ്രതിസന്ധികളിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പക്ഷെ ദൈവജനമായ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ദൈവത്തിൽ നമുക്ക് ദൈവത്തിനാണ് വീക്ഷിക്കുന്നത്. അവിടെയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം ദൈവമാണ്. ലക്ഷ്യമില്ലാത്ത ജീവിതങ്ങളായി മാറുമ്പോഴാണ് നമുക്ക് നിരാശ. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവർ, നമ്മുടെ ലക്ഷ്യം ദൈവമാണ്. ആ ദൈവസന്നിധിയിൽ എത്തുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുമെന്ന് സേനകമാണ്. കാരണം ദൈവമേ, എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നത് നിന്നെ കൂടാതെ ജീവിക്കുമ്പോഴാണ്. എന്നാൽ എപ്പോഴാണോ
നിന്നിൽ ഞാൻ എത്തിച്ചേരുന്നത് അപ്പോൾ മാത്രമാണ് എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ആത്യന്തികമായ സമാധാനം എനിക്ക് ലഭിക്കും. ആ സമാധാനം നേടുവാനായിട്ട് വലിയവനായ ദൈവം ഈ പുതിയ വർഷം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവം, ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അധർമ്മത്തിലൂടെ പലരും എല്ലാ സാഹചര്യങ്ങളും നേടിയെടുക്കുന്നു. അത് കണ്ട് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന്റെ വഴികളിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കഷ്ടം, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രയാസം എന്ന് ഞങ്ങള് പലപ്പോഴും ചിന്തിക്കും. എന്നാൽ ദുഷ്ടനുള്ള അനവധി സമ്പത്തിനേക്കാൾ നീതിമാനുള്ള അല്പം ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള വചനത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ ശ്രമിക്കും. ഈ ലോകത്തിൽ ആശ്രയിക്കുന്നത് ശൂന്യമെന്ന് ഈ ഒരു വർഷം കൊണ്ട് കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ ഞങ്ങളെ ഇടയാക്കുന്നു. വർഷങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളൊന്ന് നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളും അനുഗ്രഹിച്ച നന്മകളും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടേതായ ഒന്നുമില്ല. എന്നാൽ ഇനിയും ഞങ്ങളെ നടത്തുവാൻ ദൈവമേ നീ മതിയായതാകിയ നന്ദിയോടെ. ഇസ്രായേലിനെ അനുഗ്രഹിക്കുക മാത്രമല്ല, അവരുടെ മധ്യയെ വസിക്കുവാൻ ഇറങ്ങി വന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ പ്രയാസങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യേ, ഞങ്ങളുടെ ഞെരുക്കങ്ങളുടെ മധ്യേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ അവർ എഴുന്നള്ളി വന്നു ഞങ്ങളോടൊപ്പം വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേലായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ. ഈ ആലയം വിട്ട് ഞങ്ങൾ പോകുമ്പോൾ നിരാശരായിട്ടല്ല ദൈവമുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ട ജനമായി ഞങ്ങൾ ഉയർത്തുവാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ മടങ്ങി പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാത്മ ശക്തികളെയും എടുത്തു മാറ്റുന്നതേ എന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. അവിടുത്തെ നാമം ഞങ്ങളെ ജയപ്പെടുത്തിരിക്കാൻ നന്ദിയോടെ. കർത്താവെ, നിന്റെ ആലയത്തിലെ നന്മകളായി കർത്താവെ സംതൃപ്തരായി ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും അവർ ഒരുക്കണം. പരിശുദ്ധ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. കർത്താവിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു, ഏതോ കേൾക്കണം നല്ല പിതാവേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ എനിക്ക് വിശ്വാസപ്രമാണം സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും സകലത്തെയും ദൈവത്തിന്റെ ഏകകാരനായ ഏകർത്താവായി അവൻ സർവലോകത്തിന്റെ പിതാവിനെ ജനിപ്പിക്കപ്പെട്ടത് ദൈവത്തിന്റെ ദൈവം പ്രകാശത്തിന്റെ സത്യത്തിന്റെ ദൈവം ജനിപ്പിക്കപ്പെട്ടത് പിതാവിനുടെ ഇടത്തുമുള്ള സകലവും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി ക്രിസ്തു അവൻ കഷ്ടപ്പെട്ടു അടക്കപ്പെട്ടു പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് പിതാവിന്റെ ഒന്നു വർദ്ധിപ്പിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെ അതിന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാക്കി. കർത്താവ് ജീവിക്കുന്നവനും പിതാവിനോടും പുത്രനോടും അനുഗ്രഹിക്കപ്പെട്ടു നോക്കപ്പെടുന്നു. പ്രവാചകരെ കൊണ്ട് പറയുന്നതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലൂടെ മരിച്ചെടുപ്പിന്റെ ദാനത്തിനും വരുമാനമുള്ള ജീവനും ഞാൻ കാത്തിരിക്കുന്നു. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ ഈ അനുഗ്രഹീതമായ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ആരാധനയെ സംബന്ധിക്കുന്നവരുണ്ട്, അവരെയും ദൈവം വഴിനടത്തട്ടെ. ഈ ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്നത് മാസ്റ്റർ ആശുപത്രി തോമസ് ചെറിയാൻ,
Mr. D. Sandirajan and Mr. Leslie Sandi. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ നിങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനാണ് ഞങ്ങൾ നന്ദി അറിയിച്ചു. പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം വെച്ചു. ഈ ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കരുണയോടെ ദൈവം അവരെ കടാക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിലെല്ലാം നന്മകളും നൽകി അവരെ വഴി നടത്തുന്നു. ദൈവമായ കർത്താവെ, ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കായി എല്ലാവരുടെ പേരും കർത്താവെ എന്റെ അനുഗ്രഹത്തെ അവർ നൽകി. പ്രത്യാശ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ നീ നിറയ്ക്കണം. ഓരോ നിരാശകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രൂശിലേക്ക് നോക്കുവാനും ക്രൂശ് നൽകുന്ന വിജയം കർത്താവെ അത് ഞങ്ങൾക്കുള്ളതാണെന്ന് പ്രത്യാശിക്കുവാനും ഞങ്ങളെ ദൈവമായ കർത്താവെ, ഈ ആരാധന മറ്റ് മാധ്യമങ്ങളിലൂടെ കർത്താവെ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അവരെല്ലാം തിരുസഭ മുഴുവനെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഈ ദേശത്ത് കർത്താവെ അങ്ങയുടെ മക്കൾ വന്നു ആരും നഷ്ടപ്പെട്ടു പോകുക അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. കർത്താവെ, അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ ആവശ്യങ്ങള്, അവരുടെ സ്വപ്നങ്ങളും എല്ലാം നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിങ്ങൾ വെക്കുകയാണ്. കർത്താവെ, നീ അവരെ സന്ദർശിക്കുകയും അവരെ ഉയർത്തുകയും ദേശത്ത് കർത്താവെ നീ നടത്തിയ നന്മകളെ ഓർത്ത് നിന്നെ സാക്ഷിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ദൈവപ്പെട്ടവരുണ്ട്, ഇന്നിവിടെ വന്നിരിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ കൃപ അവരോട് കൂടെയിരിക്കണം. പുതിയതായിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കർത്താവ് തന്നെ വഴികൾ തുറക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോടൊപ്പം. കർത്താവായ ദൈവമേ, വാർദ്ധക്യത്തിന്റെ ക്ഷീണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവിന്റെ സംരക്ഷണം അവർക്ക് നൽകണമേ. കുഞ്ഞുങ്ങള്, യുവതി യുവാക്കള് കർത്താവെ, അതുപോലെ ഒത്തിരി പ്രയാസങ്ങൾ നേരിടുന്നവര്, വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്നവര്, മറ്റു വരുമാന മാർഗങ്ങളുള്ളവര്, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ നേരിടുന്നവര്, അവരെല്ലാം ഈശ്വരന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, നീ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം അവരുടെ ലംഘനങ്ങളെ മായിച്ച് അവരെ വീണ്ടെടുക്കുകയും കർത്താവിന്റെ നന്മകളാൽ അവരെ ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവെ, സഭയുടെ വിവിധങ്ങളായ സംഘടനകളെ ഓർക്കുന്നു, അവരുടെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു, അമേരിക്കയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ സമർപ്പിക്കുന്നു. കർത്താവെ, വർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ സമൂഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേര് വേദനയിലും പ്രയാസങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരെ സൗഖ്യമാക്കണമേ. കർത്താവായ ദൈവമേ, ഈ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇതിനു വേണ്ടിയുള്ള വാക്സിൻ മറ്റ് കാര്യങ്ങളെല്ലാം
നടത്തപ്പെടുന്നുണ്ടല്ലോ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളോടുകൂടെ നീ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സംഭവങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ്, നാളുകളില് ഒത്തിരി പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ദുഃഖിക്കുന്ന ഹൃദയങ്ങൾക്കൊക്കെ നീ ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കർത്താവ്, അതിലും ഒത്തിരി പേര് ഇന്ന് നഷ്ടപ്പെട്ടു എന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നുവല്ലോ. അത് ദുഃഖിക്കുന്ന ഹൃദയങ്ങളൊക്കെ കർത്താവിനെ സമാധാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നവരെ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന് പല സുഹൃത്തുക്കളും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൽ പൂർണ്ണമായി ഞങ്ങളുടെ ആശ്രയം വയ്ക്കുവാൻ, കർത്താവെ നിന്നെ നോക്കി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇടവക സമൂഹത്തെ വീണ്ടും അനുഗ്രഹിക്കണമേ. വിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്നവര് കർത്താവെ നീ അവരെല്ലാം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം കൂടെയിരിക്കണം. പ്രത്യേകിച്ച് കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവര് പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിവർത്തനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവിന്റെ തിരുക്കരുണ കാവലിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടിന്റെ പണികളും നടത്തപ്പെടുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവര് കർത്താവെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രസാദ വർഷം അവരോട് കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരണമേ. ക്രിസ്തു പോലെ താഴ്മയായി ഞങ്ങൾ അങ്ങയോടെ യാചിക്കുന്നു. ദൈവം കേൾക്കണം. നല്ല പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ ആത്മാവ് ശരീരമാവുന്ന സത്യം മുഴുവൻ പരിശുദ്ധീകരിക്കുന്നവല്ലോ. അങ്ങയുടെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്കും ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവരവരുടെ വീടും ശുശ്രൂഷിക്കുക. അങ്ങേ സത്യത്തോടും ഭക്തിയോടും ലഭിക്കേണ്ടത് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ. അപ്പോൾ സഹോദരന്മാർ വിശ്വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം കൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികളാകുന്നല്ലോ. നമ്മുടെ കർത്താവായ ദിവ്യ സമാധാനം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പരസ്പരം ക്രിസ്തീയ ഗീതങ്ങളിൽ 219 ഗീതം പാടുമ്പോൾ വഴിപാടുകളെ സമർപ്പിക്കാൻ വഴിപാടുകൾ സമർപ്പിച്ച് പോകാവുന്നതാണ്. ക്രിസ്തീയ ഗീതം 200.
അങ്ങയുടെ പ്രിയപുത്രന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിലേക്ക് ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, ക്രിസ്തു മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ അങ്ങയിലേക്ക് എടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങേക്കുള്ളതല്ലോ. അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെ ഞങ്ങളുടെ ദാനങ്ങളെയും അവിടുന്ന് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവ്വശക്തനായ പിതാവേ, ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രയമാകുന്നു. അങ്ങയുടെ പുത്രനും നിങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ ക്രിസ്തു മുഖാന്തരം ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സ്ഥലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ അങ്ങയുടെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. പാപത്തിൽ വീണപ്പോൾ പുതിയ ആധിപതമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. സ്വർഗസ്ഥപിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ വഴിപാടായി അർപ്പിക്കുന്ന സർവലോകത്തിന്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മര്യാദയാകും വഴിപാടും പ്രതിശാന്തിയും തേക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെ കുറിച്ച് ഇടവിടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് അങ്ങയുടെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ.
പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചെയ്യപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു. ഇതിന് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവിടുത്തെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും ക്രിസ്തുവിനൊക്കെ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവിടുന്ന് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുമ്പോഴും അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശീഹ എന്ന നിലയാകുന്ന അവങ്കിലേക്ക് സകലത്തിനും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തു മൂലമായി ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായി നമുക്ക് കരുണയുള്ള നാം നോക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
പാപഘടകൾക്ക് വേണ്ടി ഈ സമയത്ത് 224 ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സത്വമുണ്ട്. വിശ്വാസത്താൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവത്തെ സർവ്വപിതാവേ, നിങ്ങളുടെ മക്കളായവർക്ക് സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ ആത്മീയാഹാരം കൊണ്ട് നമ്മെ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദാനം നൽകി. അങ്ങയുടെ വിലയേതായ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനും ശുദ്ധിമലയാളമായി സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ഞങ്ങളുടെ ലോകത്തിനനുകൂലരാകാതെ നല്ലതും പൂർണ്ണമായി ദൈവഹിതത്തിന് തിരിച്ചറിയുന്നത് അനുസരിക്കുക മാത്രമേ സഹായിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അങ്ങയുടെ സ്വർഗീയ രാജ്യത്തെ അങ്ങയുടെ സകല വിശുദ്ധരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപാകരണം നിന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടെ അങ്ങയോട് വിശുദ്ധാത്മാക്കളോട് കൂടെ എന്നേക്കും വേദനമായി ജീവിച്ചു വാഴുന്നവല്ലോ. വിശ്വാസമുള്ള സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാണും. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച പ്രിയപ്പെട്ടവരുടെ ഇടയിലുണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. വർഷത്തിന് ശേഷമാണ് വീണ്ടും ദിവസങ്ങളിലേക്ക് ദൈവത്തിന്റെ നന്മകളെ ഓർക്കുന്നതോടൊപ്പം തന്നെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മെ എല്ലാവരെയും പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാം അംഗീകരിക്കുവാനായിട്ട് പ്രയത്നിച്ച പ്രിയപ്പെട്ടവരോട് സ്നേഹം അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് സമാപന കീർത്തനം 200-ാമത്തെ കീർത്തനത്തിലാണ്.
കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.